എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മക്കൾ ആർദ്ര, ആർഷ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. 2021 ഡിസംബർ 11-ാം തീയതി എൻ്റെ മോൾക്ക് പെട്ടെന്ന് കൗണ്ട് താന്നു പോയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ചെക്കപ്പ് എല്ലാം ശേഷം ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം പ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗമാണെന്ന് പറയുകയും ചെയ്തു. അപ്പം പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് മാത്രമേ അതിനകത്തൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഫണ്ട് വേണം, അതിൽ തന്നെ അവർ ഉറപ്പ് പറയത്തില്ല. അങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിക്സ് ചെയ്തു, ഫണ്ടിങ് വെച്ചു, ഫണ്ടായി. അങ്ങനെ ഡോണർ എൻ്റെ ഇളയ മോള് തന്നെയായിരുന്നു. അപ്പം അവളെ കൊണ്ടുവന്ന് ചെക്കപ്പ് എല്ലാം നടത്തി, കീമോ സ്റ്റാർട്ട് ചെയ്ത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു തിങ്കളാഴ്ച മൂത്ത കുഞ്ഞിനെ കീമോയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് ഇളയ മോളും അവിടെ അഡ്മിറ്റ് ആവണം, അവളാ ഡോണർ. അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഞായറാഴ്ച ഇളയ മോളുടെ കോഡ് ടെസ്റ്റ് ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പം അവൾക്ക് കോവിഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ബ്ലോക്കായി. അങ്ങനെ ഇരിക്കെ ഈ ട്രാൻസ്പ്ലാന്റ് തിങ്കളാഴ്ച തുടങ്ങാനിരുന്നിട്ട് ബുധനാഴ്ച ആയപ്പോഴത്തേനും അവൾക്ക് തന്നെ കൗണ്ട് കൂടി വരികയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ഇനി വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ മുന്നോട്ട് വ്യത്യാസം വരികയായിരുന്നു. അപ്പം ഇവൾക്ക് എന്താ എന്നാന്നൊന്നും അറിയത്തില്ലാതിരുന്ന സമയത്ത് ഒരു ചേച്ചി, എനിക്കറിയത്തില്ല ആ ചേച്ചി ആരാണ്, ആ ചേച്ചി എൻ്റെ കൊണ്ട് പത്രം തന്നിട്ട് വന്ന് പ്രാർത്ഥിക്കണം, ഇത് വെച്ച് പ്രാർത്ഥിക്കുക. കാരണം ആ ചേച്ചിയുടെ മോനിന് വേണ്ടിയിട്ട് പത്രം ആരോ കൊടുത്തത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചി ഡിസ്ചാർജ് ആകാൻ നേരം എൻ്റെ കൊണ്ട് തന്നു. ഞാനത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, എന്നും പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ആ വാർഡിൽ ആ കട്ടിലയിലിരുന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം എനിക്ക് പനി വന്നപ്പം ഞാൻ എന്നോട് കൊച്ചിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കണം, അവൾക്ക് ഇമ്മ്യൂണിറ്റി പവറൊന്നുമില്ല, അപ്പം അവളുടെ അടുത്തുനിന്ന് മാറണമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പേടിയാണ് അവളുടെ അടുത്തുനിന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കൂട്ടത്തിൽ എവിടുന്നോ അറിയാതെ എൻ്റെ വായി വന്ന വാക്കാണ് ഉടമ്പടി എന്നുള്ള വാക്ക്. ഞാൻ ഉടമ്പടി എടുത്തോളാവേന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ അവൾക്ക് കൗണ്ട് കയറി വന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇത് കിടന്നു. അത് കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവിടെ അടുത്തോട്ട് മാറി താമസിക്കാൻ പറഞ്ഞു, എങ്കിലും വീട്ടിലോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവൾക്ക് പതുക്കെ ആ വീട്ടിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു മരുന്നിൽ തന്നെ നോക്കാം, അവൾക്ക് ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2.5 വർഷം കൊണ്ട് അവൾക്കിപ്പം മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. ആ മരുന്ന് നിർത്തിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് മെയ് 16-ാം തീയതി ഉടമ്പടി എടുത്തു. മെയ് 31-ാം തീയതിയാണ് പറയുന്നത് അവൾക്ക് മരുന്ന് നിർത്തി നോക്കാം ഇനിയെന്ന്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതും എൻ്റെ ഉടമ്പടി ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇനിയിപ്പം മരുന്ന് വേണ്ട, ഇവളുടെ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഉടമ്പടി എന്ന വാക്കോ, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിലോട്ട് എത്തിയത് ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചാൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആ വാക്ക് എൻ്റെ വായിൽ എവിടെ നിന്ന് വന്നെന്നോ ആ പ്രാർത്ഥന എങ്ങനെ വന്നെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ആ ഉടമ്പടി എടുത്ത സമയം തൊട്ട് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചും വായിച്ചും യൂട്യൂബിലൊക്കെ കണ്ടും എല്ലാം ഞാൻ ചെയ്ത ആ ഉടമ്പടിയുടെ സമയത്ത് തന്നെയാണ് ഇവളിൽ ഓരോ വ്യത്യാസം വന്ന് ഞങ്ങളുടെ ജീവിതം. സത്യം പറഞ്ഞാൽ ഇവൾക്ക് അസുഖം വന്ന സമയം എന്ന് പറഞ്ഞാൽ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. ജീവിതമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇവൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥന വരുന്നതും ഇവൾക്ക് വ്യത്യാസം വരുന്നതും ഇവൾക്ക് അസുഖം മാറി വരുന്നതും എല്ലാം മാതാവായിട്ട് ഞങ്ങൾക്ക് തന്ന ജീവിതമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇപ്പം ഇവൾ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ കുടുംബം പ്രത്യേകിച്ച് മൂത്ത മകളുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്നിവിടെ രാവിലെ തൊട്ട് വന്ന് ഇത് സാക്ഷ്യം പറയാനായിട്ടാണ് ഇത്ര നേരം കാത്തിരുന്നത്. അതിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഈ കുഞ്ഞിന് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞതാണ്, അതിനുള്ള ഡേറ്റും ഫിക്സ് ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ട് നിന്ന സമയത്ത് ഒരു കോവിഡ് വന്നു അല്ലേ, ഇളയ മോൾക്ക് കോവിഡ് വന്നു. ആ ഒരു വളരെ ഇങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് കാര്യങ്ങളെല്ലാം മുൻപോട്ട് വളരെ ക്രൈസിസ്, ഇതിന് പ്രത്യേകമായിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ കൊടുത്തൊരു പത്രം ഒരാൾ ഉപയോഗിച്ചതിന് ശേഷവും പിന്നീട് ഇവർക്ക് ഒന്നും പറയാതെയാണെങ്കിലും ജസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇതെന്താണോ അങ്ങനെ ഒന്നും അന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ആ ചേച്ചി പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കണം,
പരിശുദ്ധ അമ്മയോട് അമ്മയുടെ വലിയ സാന്നിധ്യമാണെന്നുള്ളൊരു 1-2 വാക്ക് മാത്രമാണ് പറഞ്ഞത്. അത് വെച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതും, അത് എപ്പോഴും ആദ്യം മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഈ കൃപാസനത്തിൽ ഈ പത്രത്തിൽ നിന്നാണ്. അതൊരു പരിശുദ്ധ അമ്മയുടെ കരമാണ് ഇവിടുത്തെ പത്രമെന്ന് ഒരു ഭംഗിവാക്കല്ല പറയുന്നതെന്നുള്ളത് അനവധി സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സത്യമാണ്. ഒരുപാട് വലിയ അനുഭവങ്ങൾ ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ ആരംഭം ഇതുപോലെ വിശ്വാസത്തോടും അല്ലെങ്കിൽ സ്നേഹക്കുറവോടും അല്ലെങ്കിൽ ആരെങ്കിലും വെച്ചു മറന്നത് ഇട്ടിട്ട് പോയതായിട്ടുള്ള ഈ പത്രം എന്ന് പറയണത് എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഒരു ബൈബിൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ആ ബൈബിളിലുള്ള വചനം ഒരാൾ ജീവിച്ച് ഒരാൾ അനുഭവിച്ചത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ എഴുതിയതും വചനവ്യാഖ്യാനം എല്ലാം തുടങ്ങുന്നൊരു ബൈബിളിന് സമാനമായൊരു വിശുദ്ധ വേദവാക്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് പരിശുദ്ധമായ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു ആയുധമായിട്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാടവർക്ക് അനുഗ്രഹമായിട്ട്. അപ്പം ഇത് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനുശേഷം ഈ മകൾ പറയുന്നുണ്ട്, ഈ വാക്കും ഉടമ്പടി എന്ന വാക്ക് യാതൊരു വിധേനയും മനസ്സിൽ വരാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പം ഈ ഒരു വാക്ക് ഒരു പക്ഷേ പത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ മകൾ പതുക്കെ ആ ഒരു ക്രൈസിസ് പിക്കപ്പ് ചെയ്തതിന് ശേഷം ഒരു ബോൺമാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ കാര്യം ക്രമപ്പെട്ടു തന്നെ. ഇപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വളരെ പ്രതിസന്ധിയുടെ ഒരു സമയത്ത് ആരോ നൽകിയ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വാർത്തയും ഈ ഒരു സദ്വാർത്തയും അവർ പ്രാർത്ഥിച്ചു എന്നുള്ളത്, രണ്ടുപേരും അല്ലെങ്കിൽ ഈ വ്യക്തി പ്രാർത്ഥിച്ചു എന്നുള്ളതും അത് സൗഖ്യത്തിന് കാരണമായെന്നുള്ളതും പിന്നീട് ഇദ്ദേഹം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ കാര്യം കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളത് ഈ കുടുംബമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്നവരൊക്കെയും ഒരു പക്ഷേ അത് ഇറങ്ങുമ്പോഴേക്കും പരിഹാസവും നിന്ദനവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും പരിശുദ്ധ അമ്മ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പും കൂടിയാണ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യം. ഒരു പക്ഷേ ഉടമ്പടിയിൽ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഒരുപാടിടയ്ക്ക് ഇപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്നേഹത്തോടെയോ വിശ്വാസത്തോടെയോ ഒക്കെ നൽകിയിട്ടുള്ള കൃപാസനം പത്രത്തിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം അതിനേക്കാളും അപ്പുറം ഈ കുടുംബം ഉടമ്പടിയിലേക്ക് വരണമെന്ന് അമ്മ നേരത്തെ കരുതിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള മറ്റൊരു ദൈവിക പദ്ധതിയും. അതുപോലെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച വലിയ സൗഖ്യത്തിനും അതിനേക്കാളപ്പുറം ഇവർക്ക് ലഭിച്ച വലിയ പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.